ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ ഈ അടുത്ത് സംഭവിച്ച രസകരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. യാത്രക്കാരിക്ക് തന്റെ പാസ്പോർട്ടിലുള്ള ഫോട്ടോയിലെ രൂപവുമായി ശരിക്കുമുള്ള മുഖത്തിന് സാമ്യമില്ലാത്തതായി ഫേഷ്യൽ റെക്കഗ്നിഷൻ മെഷീൻ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നുപോകാൻ ഒരു യാത്രക്കാരിക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് അധികൃതർ അവരോട് മുഖത്തെ മേക്കപ്പ് മുഴുവൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് മേക്കപ്പ് തുടച്ചു നീക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന അവസ്ഥയായതിനാൽ യാത്രക്കാരി മുഖത്തെ മേക്കപ്പ് നീക്കം ചെയ്തു. ചൈനീസ് മാധ്യമങ്ങളിൽ തന്നെ പ്രചരിച്ച ഒരു വീഡിയോ വഴിയാണ് ഈ വിവരം പുറം ലോകമറിഞ്ഞത്. ന്യൂയോർക്ക് പോസ്റ്റ് അടക്കമുള്ള രാജ്യാന്തര മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. മുഖത്തെ മേക്കപ്പ് തുടച്ചു മാറ്റുന്ന യുവതിയുടെ ബുദ്ധിമുട്ടും വീഡിയോയിൽ വ്യക്തമാണ്. 给我擦干净了，擦的跟你这身份证上一样，人脸识别过不去了。画他妈这样，找麻烦。出个门化他妈大浓妆，真用力擦呀！我操！哎呀！你过不去，你画成这样，跟我发什么脾气？行了，这。 അതേസമയം വിമാനത്താവളത്തിലെ ജീവനക്കാരനെന്ന് തോന്നിക്കുന്ന ഒരാൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് യുവതിയെ ഏറെ ശകാരിക്കുന്നതും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോയിലുള്ള പോലെ ആകുന്നത് വരെ എല്ലാം തുടച്ചു മാറ്റും. ഇതാണ് ജീവനക്കാരൻ കർശനമായി പറയുന്നത്. ഒപ്പം എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്നത്, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ എന്നും ആരോ ചോദിക്കുന്നതായി കേൾക്കാം. യാത്രക്കാരിയുടെ മേക്കപ്പ് കണ്ട് പലരും കല്യാണത്തിന് വധു ചെയ്യുന്നത് പോലെയുള്ള കനത്ത മേക്കപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരുപാട് വിമർശനങ്ങൾ യാത്രക്കാരിയായ യുവതിക്ക് നേരെ വരുമ്പോഴും മേക്കപ്പ് ഉപയോഗിക്കാത്തത് ആരാണ് ഇപ്പോൾ ഉള്ളത് എന്ന ചോദ്യവും നിരവധി പേർ ഉന്നയിച്ചു. 100-ൽ കുറഞ്ഞത് 80% സ്ത്രീകളും മുഖത്തും ചുണ്ടത്തും ചായം പുരട്ടുന്ന കാലഘട്ടമാണിതെന്നും ഇവയൊന്നും പൂശാതെ പുറത്തേക്കിറങ്ങുന്ന സ്ത്രീകൾ കുറവാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. സംഭവത്തിനിരയായ യുവതിയുടെ കാര്യത്തിൽ പാസ്പോർട്ട് എടുത്തിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടാവാം, അങ്ങനെയും മുഖത്ത് വ്യത്യാസം വരാലോ എന്നും നിരവധി പേർ ചോദിച്ചു. ഒപ്പം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് മുഖത്ത് മേക്കപ്പ് ഇടുന്നതും ഇടാതിരിക്കുന്നതും, അല്ലെങ്കിൽ എത്ര അളവിൽ മേക്കപ്പ് ഇടണം എന്നതൊക്കെ. ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നും ഒരുപാട് പേർ കമന്റുകളിലൂടെ വ്യക്തമാക്കി. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അമിതമായ മേക്കപ്പ് മൂലം മെഷീന് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് വിമാനത്താവളത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇമിഗ്രേഷൻ കടന്നുപോകാൻ തൻ്റെ മുഖത്ത് നിന്ന് മേക്കപ്പ് എല്ലാം തുടച്ചു മാറ്റേണ്ടി വന്നെങ്കിലും ഒടുവിൽ യുവതിക്ക് വിമാനത്തിൽ കയറാൻ കഴിഞ്ഞോ എന്ന് ഇന്നും വ്യക്തമല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രതികരണങ്ങൾ വന്നത്. ചിലർ ഇതിനെ കളിയാക്കിയപ്പോൾ മറ്റു ചിലർ യുവതിയോട് സഹതാപം പ്രകടിപ്പിച്ചു. യഥാർത്ഥ ജീവിതത്തിൽ ഫിൽട്ടർ ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ചിലർ ചോദിച്ചത്. അതേസമയം ഗാർഡ് യുവതിയോട് ഇത്ര മോശമായി പെരുമാറേണ്ടതില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ഇത്തരത്തിലൊരു വീഡിയോ എടുത്തയാളെയും ആളുകൾ വെറുതെ വിട്ടില്ല. ഇതൊരു തരം ബുള്ളിയിങ് ആണെന്ന് സോഷ്യലിടം കുറ്റപ്പെടുത്തി. എന്നാൽ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായി കാണാനാവില്ല. പ്ലേബോയ് നോർവേയുടെ പെർഫെക്റ്റ് വുമൺ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ മോഡലും ഇൻഫ്ലുവൻസറുമായ ജനൈന പ്രസരസിനും സമാനമായ അനുഭവം അടുത്തിടെയുണ്ടായി. നിരവധി കോസ്മെറ്റിക് സർജറികൾ ചെയ്തതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതിനാൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ 40 മിനിറ്റോളം തടഞ്ഞുവെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. മൂക്കിലെ ശസ്ത്രക്രിയകൾ, ബോഡി ലിഫ്റ്റ്, മുഖം പൂർണ്ണമായി മാറ്റിവെക്കൽ എന്നിവയുൾപ്പെടെ 20-ലധികം ശസ്ത്രക്രിയകൾക്കായി ഏകദേശം $1 മില്യൺ, അതായത് ഏകദേശം 8.3 കോടി രൂപയാണ് ജനൈന ചെലവഴിച്ചത്. വർഷങ്ങളായി എൻ്റെ രൂപത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സംഭവത്തിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷേ ഈ അനുഭവത്തിന് ശേഷം അവർ ഉടൻ തന്നെ തൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ മാറ്റി. സൗന്ദര്യത്തിന് അതിൻ്റെതായ വിലയുണ്ടെന്നും ഇത്തരം നാണക്കേടിലൂടെ വീണ്ടും കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു.
ചൈനയിലെ ഏറ്റവും തിരക്കേറിയതും ആധുനിക സൗകര്യങ്ങളും ഉള്ളതുമായ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് PVG എന്നറിയപ്പെടുന്ന ഷാങ്ഹായ് പുഡോങ് രാജ്യാന്തര വിമാനത്താവളം. ഷാങ്ഹായ് നഗരത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ചൈനയിലേക്കുള്ള ഒരു പ്രധാന കവാടം കൂടിയാണ്. വലിയ റൺവേകളും അത്യാധുനിക ടെർമിനലുകളും ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഈ വിമാനത്താവളത്തെ വേറിട്ട് നിർത്തുന്നു. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വിമാനത്താവളം. വിപുലമായ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, വിവിധതരം റെസ്റ്റോറൻറ്റുകൾ, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫേഷ്യൽ റെക്കഗ്നിഷൻ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ വളരെ സാധാരണമാണ്.